നമ്മളെല്ലാം കാണാൻ കൊതിച്ച മോഹൻലാലിനെ നമുക്ക് സമ്മാനിച്ച സിനിമ തുടരും. ലാലേട്ടൻ്റെ ചിരി, ഫൈറ്റ്, പ്രത്യേകിച്ചും പോലീസ് സ്റ്റേഷനിലെ ആ ചാട്ടം. ആക്ഷനിൽ അല്ലെങ്കിലും ലാലേട്ടൻ പൊളിയാ. എങ്ങനെയാ ഈ ഫ്ലെക്സിബിലിറ്റി വന്നതെന്നാ? ദാ ഇവിടെ വീര കേരള ജിംഖാന. ഇവിടെ ഗുസ്തിതാരമായിരുന്നു സാക്ഷാൽ മോഹൻലാൽ. എതിരാളികളെ മലർത്തിയടിച്ച് സ്റ്റേറ്റ് ലെവലിൽ വരെ ചാമ്പ്യനായിരുന്നു നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് വീര കേരള ചേരുന്നത്. എന്തുകൊണ്ടാണ് അന്ന് ചേരാൻ പോയത് എന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. കാര്യം പലരും അന്ന് ബോഡി ബിൽഡിങ് മറ്റേ കാര്യങ്ങൾ എല്ലാവരും ശരീരം നമ്മൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇതിലേക്കായിരുന്നു ഒരു താല്പര്യം തോന്നിയത്. നല്ല അസൽ ഗുസ്തിക്കാരനായി തിരുവനന്തപുരത്തെ ആ പയ്യൻ മാറി. റഫറിയുടെ വിസിൽ കേട്ടാൽ ഈറ്റപ്പുലിയെ പോലെ എതിരാളിയെ നേരിട്ടു ആ കോളേജ് കുമാരൻ. ഇന്നിതാ സ്ക്രീനുകളിൽ അസാധ്യ മെയ്വഴക്കത്തോടെ നമ്മെ അമ്പരപ്പിക്കുന്നു. അന്ന് മോഹൻലാലിനൊപ്പം ഗുസ്തി പിടിച്ച ആളുണ്ട് ഇവിടെ. ഇതാണ് മോഹൻലാൽ. 1979 കിടന്ന് എടുത്ത ഫോട്ടോയാണ്. 79 നമ്മൾ MG കോളേജിൽ പഠിക്കുമ്പോഴാണ്. ഇത് ഞാനാണ്. റെസ്ലിങ്ങിൻ്റെ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിൻ്റെ ഫോട്ടോ, ടീം ഫോട്ടോയായിരുന്നു. അന്ന് കോളേജിൽ അന്നും പുള്ളി നല്ല ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഉള്ള ഒരു കോളേജിൽ തന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ പുള്ളി സംസാരിച്ചിട്ട് പോകുമ്പോൾ തന്നെ ഈ ലൂസിഫറിൽ കാണിച്ചൊരു കാല് പൊക്കി ആ സ്റ്റൈൽ തന്നെയാണ് അന്നും കോളേജിലുള്ളപ്പോഴും അതേപോലെ കാല് പൊക്കിയായിരുന്നു ഞങ്ങളൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ കിക്കും ചെയ്യും. അങ്ങനെ നല്ല ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉള്ള ഒരു സ്റ്റൈല് പണ്ടേ. പ്രാക്ടീസ് സമയത്ത് കൃത്യം ഞങ്ങളുടെ 4:30 പ്രാക്ടീസ് തുടങ്ങുന്നത്. അപ്പോൾ കോളേജ് വിട്ട് നേരെ പുള്ളിങ്ങി പോരും. ഞാനും 4:30 വരും. ബാക്കി സീനിയേഴ്സൊക്കെ താമസിച്ചാണ് വരുന്നത്. 5-5:30 ആവും. ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനും മോഹൻലാലും കൂടെ ആയിരിക്കും മിക്കവാറും പ്രാക്ടീസ് ചെയ്യുന്നത്. പുള്ളി 80 കിലോയിലാണ് മത്സരിക്കുന്നത്, ഞാൻ 52 കിലോയിലാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും എനിക്കേ ഗുണമുള്ളൂ, മോഹൻലാലിന് ഗുണമില്ല. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ സീനിയേഴ്സ് വരുമ്പോൾ അവർ ഞങ്ങളെ ചീത്ത വിളിക്കും. എന്നിട്ട് രണ്ടാമത് പുള്ളിയെ കൊണ്ട് പിടിക്കും. അങ്ങനെയൊക്കെ. പക്ഷേ ട്രെയിനിങ്ങിൽ നല്ലവണ്ണം ട്രെയിൻ ചെയ്യുമായിരുന്നു. അതുപോലെ നല്ല മത്സരത്തിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ജോലി തീർക്കുന്നതായിരുന്നു. പെട്ടെന്ന് തന്നെ പിടിച്ച് എതിരാളിയെ അടിച്ചു വയ്ക്കുന്ന ഒരു ശൈലിയായിരുന്നു. തുടങ്ങും വിസിൽ കേട്ടപ്പോൾ തന്നെ എതിരാളിയുടെ കാല് പിടിച്ചെടുത്ത് തള്ളിയിട്ടിട്ട് മലർത്തിയടിക്കുന്നതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ തന്നെ. നല്ല ഫാസ്റ്റായിട്ടാണ് പിടിച്ചുകൊണ്ടിരുന്നത്. തുടരും സിനിമയിലൊരു ബാത്റൂമിൽ വീഴുന്ന ഒരു സീനുണ്ട്. അപ്പോൾ എല്ലാവരും അത് വളരെ പേടിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പുള്ളിയെ സംബന്ധിച്ചുള്ള ഇത് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ റെസ്ലിംഗ് ട്രെയിനിങ് സമയത്ത് ഇതിനേക്കാൾ ഡേഞ്ചറായിട്ടുള്ള ഫോൾ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പുള്ളിക്കതൊരു വിഷയമല്ല. അതുപോലെ ചാടുന്നതൊക്കെ ശരിക്കും ഞാൻ ചാടുന്നതൊക്കെ നല്ല ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്തും ഒക്കെ ഉള്ള നല്ല ഫിറ്റാകും. മോഹൻലാലിനേക്കാൾ മുമ്പേ സ്പോർട്സിൽ വന്നാലാണ് ഞാൻ പിന്നെ സ്പോർട്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കോച്ചായി റിട്ടയർ ചെയ്തു. എനിക്ക് പക്ഷേ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തിയേറ്ററിൽ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തായിരുന്നു? തിയേറ്ററിൽ എനിക്ക് വലുത് ഇങ്ങനെ ആൾക്കാർ പേടിപ്പെടുന്ന പോലെയൊന്നും എനിക്കങ്ങ് തോന്നില്ല. കാരണം എനിക്ക് അറിയാവുന്നതുകൊണ്ട്, നേരത്തെ അറിയാവുന്നതുകൊണ്ട് പുള്ളി ഇതിൻ്റെ അപ്പുറം ചെയ്യുന്ന കൂട്ടത്തിലുണ്ട് പണ്ടേ. അതുകൊണ്ട് ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ വീഴുന്നത് തന്നെ ഇതിനേക്കാൾ ഡേഞ്ചറായിട്ടുള്ള ഫോള് നമുക്ക് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഇതിനേക്കാൾ ഡേഞ്ചറായിട്ടുള്ളത് പുള്ളി ചെയ്യും. കോളേജിലെ ബാക്കി ഓർമ്മകളൊക്കെ മീൻസ് എന്തെങ്കിലും കഥകളോ? യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന് പോയപ്പോൾ പാലയിൽ വെച്ചാൽ സെൻറ്റ് തോമസിൽ അവിടെ കഴിഞ്ഞ് രാത്രി താമസിച്ചു. ലാസ്റ്റ് ബസ് കോട്ടയത്ത് നിന്ന് തിരിച്ചു. ഇപ്പം ബസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി. ഞാൻ, മോഹൻലാൽ, ഞങ്ങൾ എല്ലാവരും ഉണ്ടായി. കിടന്നുറങ്ങിയിട്ട് രാവിലെ വന്നത് കോട്ടയം ബസ് സ്റ്റാൻഡിൽ വരെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഗുസ്തി പരിശീലനം പല സിനിമകളിലും സഹായിച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട്. ഒളിമ്പ്യനിലും ഇരുവറിലും അങ്ങനെ നമ്മൾ കൈയടിച്ച പല പല സിനിമകളിൽ. ഇക്കാലത്ത് നമ്മുടെ സിനിമയിലെ ഒരുപാട് ആക്ഷൻ സീക്വൻസിനെ ഇത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചില സിനിമകളിൽ ഞാൻ റെസ്ലിങ്ങിൻ്റെ ചില ഷോർട്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. 1980 മുതൽ അയാൾ ഇവിടെയുണ്ട്. 1986 മുതൽ മലയാള സിനിമ ആ ചരിഞ്ഞ തോളിൽ തന്നെയാണ്. അന്നും ഇന്നും ഒരു തോൾ ചരിഞ്ഞ് അതേ തലയെടുപ്പോടെ. 5 പതിറ്റാണ്ടുകളിലെ ഒരേ ഒരു നായകൻ, മലയാളത്തിൻ്റെ ഒരേ ഒരു മോഹൻലാൽ തുടരും.